ഞാനൊരു മഹത്തായ വിറ്റടിച്ചിട്ട് അനുവെന്താ ചിരിക്കാത്ത? ട്യൂബ്ലൈറ്റ് ആണോ അതോ ലേറ്റ് പിക്കപ്പോ? ആ വണ്ടിയുടെ കാര്യം പറഞ്ഞല്ലേ? മുരളിക്ക് എപ്പോഴും തമാശ. നമുക്കൊരു കാര്യം ചെയ്യാം. 2 മണിക്കൂർ സമയം ചെലവഴിക്കാനായി അനു ഈ നക്ഷത്രങ്ങൾ എണ്ണി തീർക്കും. എന്താ എന്റെ? എല്ലാവരും പറയും ഞാൻ ഭാഗ്യവതിയാണെന്ന്. എനിക്കില്ലാത്തതും അത് മാത്രമാണ്. പക്ഷെ ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവനാണ്. ബിക്കോസ് യു ആർ മൈൻ. അല്ലേ മുരളി? ഞാൻ സ്നേഹിച്ചവരെല്ലാം, എന്നെ സ്നേഹിച്ചവരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുരളിക്കറിയാമോ, എനിക്കൊരു കൊച്ചനുജനുണ്ടായിരുന്നു. മുരളി നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അവനെ ഓർത്തുപോയി. എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ എന്നോട് ചോദിക്കും, ചേച്ചി ഈ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് പറയാമോ എന്ന്. ഞാൻ പറയും, എനിക്കറിയില്ല കുട്ടാ, എന്റെ മോൻ തന്നെ പറഞ്ഞാൽ മതിയെന്ന്. എന്നെ കൊണ്ട് സുല്ലടിച്ച ശേഷം അവൻ പറയും 1907. അത് കേട്ട് ഞാൻ ചിരിക്കും. എന്റെ ചിരി കേട്ട് അവൻ ഉറങ്ങും. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചിരിച്ചില്ല. കാരണം അവൻ എന്നേക്കുമായി ഉറങ്ങിയിരുന്നു. ഇപ്പോൾ മായ തിരിച്ചു വരുന്നേ. ദുഃഖങ്ങൾക്കൊക്കെ അവസാനമുണ്ട്. പിന്നെ നാളെ, നമ്മുടെ നാളെ, അതെത്ര മനോഹരമാണെന്നറിയാം. ആ നാളെ എനിക്കില്ല മുരളി. എനിക്കങ്ങനെ ഒരു തോന്നൽ. എന്താ ഇത്? ഇല്ല മുരളി, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഈ കൈകളിൽ കിടന്ന് ഈ നക്ഷത്രങ്ങളെ കണ്ട് ഈ പ്രകൃതി ഭംഗിയിൽ ലയിച്ച് എനിക്ക് വെരി സ്ട്രേഞ്ച് സർ. എന്തായാലും വിവരം ഉടനെ ഞാൻ അറിയിക്കാം. ഡോക്ടർ മേനനാണ് സംസാരിച്ചത്. എന്തായി? കൊക്കയിൽ നിന്നും കണ്ടെടുത്ത വസ്ത്രത്തിന്റെ അംശം മായയുടേതാണെന്ന് ഡോക്ടർ മേനൻ ഉറപ്പുണ്ട്. SP അങ്ങനെ എല്ലാ വിവരങ്ങളും അറിയിച്ചു കഴിഞ്ഞു. ഐ എം ഓൺലി വെയിറ്റിംഗ് ഫോർ ഹിസ് ഓർഡേഴ്സ്. ആ കുട്ടിക്ക് വല്ലതും? ഹൂ നോസ്. കഴിക്കൂ. വേണ്ട. വേണ്ട. ഇതുകൂടെ കഴിക്കണം.
ഇതാരാ? ഭാര്യ. മരിച്ചു. ഞാൻ എത്ര തവണ പേര് ചോദിച്ചു, എന്റെ പേര് പറയാത്തത്? ശരി, എന്നാ ഞാൻ പറയട്ടെ. ആ, ശുഭ അല്ലേ? ആ, ജയ അതുമല്ലേ? പിന്നെ ആ കിട്ടി. റാണി അല്ല, മായ. ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശരിയാ, ഉണ്ടായിട്ടില്ല. ധൃതിയാണെങ്കിൽ നിങ്ങൾ പോണം മിസ്റ്റർ. ഐ ആം സോറി. ഇയാളുടെ പേര് കേശവല്ല എന്നാണ്. ചെറുതി കേശവല്ല എന്നും വിളിക്കും. ചുരുക്കി ചെറുതി എന്ന് പറയും. അല്ലാതെ പോകാൻ ധൃതി ഉണ്ടെന്നല്ല. മിസ്റ്റർ SDP, എനിക്ക് നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ. ആ, കേശവല്ല പുറത്തേക്ക് പോകും. ശരി സാർ. ഓ, ശരി സാർ. മിസ്റ്റർ ദാമോദരൻ പിള്ളേ, ഞാൻ ആകെ അപ്സെറ്റ് ആയിരിക്കാൻ. ഈ കുട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ വയലന്റ് ആയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ദിവാൻ ബഹദൂർ രാജപത്മനാഭൻ തമ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉവ്വ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ കോൺഫിഡൻഷ്യലാണ്. ദിവാൻ ബഹദൂർ രാജപത്മനാഭൻ തമ്പിക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഇതാണ് തമ്പിയുടെ മകൾ മൃണാളിനി. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അറിയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കൊന്നുകളയും. അതുണ്ടാകാൻ പോകുന്നില്ല. അയാളൊരു മുത്തച്ഛനാകാൻ പോകുന്നു എന്ന കഥ അറിഞ്ഞില്ലായിരിക്കും. നിനക്കെന്തറിയാം? അയാളെ പറ്റിയുള്ള സകല വിവരങ്ങളും മനസ്സിലാക്കുന്നതാണ് ഞാനിത് പറയുന്നത്. യു ഫർഗെറ്റ് ഹിം ആൻഡ് ദാറ്റ് ഈസ് ഫൈനൽ. അദ്ദേഹത്തെ മറക്കാൻ എനിക്ക് കഴിയില്ല അച്ഛാ. ഞാൻ ഗർഭിണിയാണ്. അച്ഛാ, യു ഗെറ്റ് ഔട്ട്. നീ എന്ത് പറയുന്നു? ഇന്ന് തന്നെ പോകണം. അയാളെ കാണണം. സ്വത്തെല്ലാം എഴുതി വാങ്ങണം. ഇല്ല. എടി, ആ സംഭവത്തിന് ശേഷമാണ് മൃണാളിനി മാനസിക രോഗിയായത്. 1 വർഷം കഴിഞ്ഞ് അവർ ആത്മഹത്യ ചെയ്തു. അനാഥയാകുമെന്ന് കരുതി തമ്പി കുട്ടിയെ ഏറ്റെടുത്തു. ആ കുട്ടിയാണ് മായ. തമ്പി സ്വത്ത് മുഴുവൻ കുട്ടിയുടെ പേരിൽ എഴുതി. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തമ്പിയും മരിച്ചു. മായ മാനസിക രോഗിയാണെന്ന് പറഞ്ഞുകൂടാ. സ്നേഹം എന്താണെന്ന് അവൾക്ക് അറിയില്ല. ആരുടെയും വാത്സല്യം അവൾ അനുഭവിച്ചിട്ടില്ല.
പാവം. അവൾ ചുരുക്കം ചില സന്ദർഭങ്ങളിലെ വയലന്റ് ആകാറുള്ളൂ. അല്ലാത്തപ്പോൾ അവൾ ഒരു മാലാഖയാണ്, an angel. ഈ സമയം അവളെ ആരെങ്കിലും കൈക്കലാക്കിയാൽ അവർ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കും. എന്നെ ആളുകൾ പഴിക്കും. ഞാൻ കൂട്ടുനിന്നു എന്നുവരെ പറയും. എ ട്രാജിക് പ്രെഡിക്കമെന്റ്. എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉടനെ വിവരം അറിയാം. ഞാൻ ഫോൺ ചെയ്യാം.